സ്റ്റൗ കത്തിച്ച് ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്കായി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ചൂടായിട്ടില്ല, എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പുതിന ഇലയും മല്ലി ഇലയും കൂടെ ചേർത്ത് കൊടുക്കുക. മൂത്ത് വരുമ്പോൾ, അത് പൊരിഞ്ഞ് വരുമ്പോൾ ചെറിയ ഉള്ളി അമ്മിയിൽ ചതച്ചതാണ്. ഞാൻ അരച്ചെടുക്കാറില്ല, ചോപ്പ് ചെയ്തും എടുക്കാറില്ല. നാടൻ ഇറച്ചിക്ക് ഇത് ഒറിജിനൽ നാടൻ വീട്ടിൽ വളർത്തുന്ന കോഴിയാണ്. അതിൻ്റെ ചിക്കൻ വയ്ക്കുമ്പോൾ ഉള്ളി ചതച്ചാണ് എടുക്കാറ്. ചതച്ച ചെറിയ ഉള്ളിയാണ് ഇത്, ചതച്ചെടുത്തേക്കുന്നതാണ്. ഇത് വഴറ്റി കൊടുക്കാം. ഉള്ളി നല്ല വഴറ്റുന്നുണ്ട്. ഇത് നല്ല ബ്രൗണായി വരണം. അതിന് ശേഷമേ ഇതും വെളുത്തുള്ളിയും ഇഞ്ചിയും, ഒരു 15 വെളുത്തുള്ളിയും നല്ല ഒരു 3 പീസ് ഇഞ്ചിയും കൂടെ കല്ലിൽ ചതച്ചതാണ്. ഇത് ചതച്ചാണ് എടുത്തേക്കുന്നത്. ചതച്ചെടുക്കണതിന് വേറെ ഒരു ഫ്ലേവറും ടേസ്റ്റുമാണ്. അതുകൊണ്ടാണ് നാടൻ കോഴി ആയത് കാരണമാണ് ചതച്ചെടുത്തേക്കുന്നത്. പച്ചമുളക് ഒരു 3 പച്ചമുളക് ഇത് മുറിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതിൽ ചേർക്കുന്നത് തേങ്ങാക്കൊത്ത്, അത് ഒരു അര തേങ്ങയുടെ കൊത്താണ്. പിന്നെ ഞാനിവിടെ മുളക് പൊടി അല്ല ഇടുന്നത്, മുളകും മല്ലിയും മഞ്ഞളും കൂടെ വറുത്ത് എണ്ണയിൽ വറുത്ത് പൊടിച്ചതാണ്. ഞാൻ നാടൻ കോഴിക്ക് ഇതാണ് ചേർക്കുന്നത്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എണ്ണയിൽ വറുത്ത് പിന്നെ ചതച്ച മുളകും കൂടെ കുറച്ചിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇതിന് പകരം അതും കൊള്ളാം. പിന്നെ എടുത്തേക്കുന്നത് മസാല വീട്ടിൽ തയ്യാറാക്കിയതാണ്. ചിക്കന് മാത്രമുള്ള മസാല ഇത്ര കൂട്ട് ആണ് ചേർക്കുന്നത്. പിന്നെ കുരുമുളക് പൊടി ഞാൻ ഇത്രയും ചേർക്കുള്ളൂ, വേറെ ഒന്നും ചേർക്കാറില്ല. ഏകദേശം ബ്രൗണായി തുടങ്ങി. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചതച്ച് വെച്ച ഇഞ്ചി. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ബ്രൗൺ നിറമാകുന്നുണ്ട്. ഇനി ഇതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് നല്ല ഒന്ന് വറുത്തതിന് ശേഷം തേങ്ങാക്കൊത്ത് ചേർക്കാവേ. അടുത്തതായിട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് നേരത്തെ പുരട്ടി വെച്ചിരുന്നതാണ്. ഒന്ന് ചേർത്ത് ഇളക്കി, നല്ല ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് ചേർത്ത് വെച്ച് അടപ്പ് വെച്ച് അടച്ച് ചെറു തീയിൽ വേവിക്കാം. ഇത് വെന്ത് വരുന്നുണ്ട്, ഒന്നും ആയിട്ടില്ല. ഈ ചിക്കൻ ചുട്ടെടുത്ത് തൊലിയോടുകൂടി വെട്ടിയെടുത്ത ചിക്കനാണ്. ഇതിൻ്റെ തൊലിയും എല്ലാം, ഇതിലെല്ലാ പോഷകവും ഇതിൽ തന്നെ ഉണ്ട്. നല്ല വെന്ത് വരുന്നുണ്ട്. ഇറച്ചി പരുവമായി വരെയാണ്.
ഇനിയും വേകേണ്ടതുണ്ട് കുറച്ചുകൂടെ. ഇതിലേക്കായി ഇനി പച്ചമുളക്, അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. കൂട്ട് ചേർക്കാറായില്ല, മസാലകൾ ചേർക്കാൻ ഇനി കുറച്ച് സമയം കൂടെ ഉണ്ട്. ഏകദേശം വെന്ത് പാകമായി വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി കൂട്ട് പൊടിച്ച് വച്ചിരിക്കുന്ന മസാലകൾ ചേർക്കാം. അതിനായി ഇതിലേക്ക് മുളക്, മല്ലി, മഞ്ഞൾ പൊടിച്ച് വച്ചിരിക്കുന്നതാണ് ചേർക്കാൻ പോവുകയാണ്. ഒരു 3 സ്പൂണ് ചേർക്കുന്നു. അതിന് ഇനി എരിവെക്കാൻ നോക്കിയതിന് ശേഷം അടുത്ത് ചേർക്കാം. ഇതിലേക്ക് 1/2 സ്പൂണും കൂടെ മുളക് പൊടി ചേർത്ത്, അങ്ങനെ 3.5 സ്പൂൺ മുളക് പൊടി. മുളക് മാത്രമല്ല, മഞ്ഞളും മല്ലിയും എല്ലാം കൂടെ ചേർത്ത് വറുത്ത് പൊടിച്ചതാണ്. അത് ചേർത്ത് ഇതിലിനി നല്ലതുപോലെ പിടിച്ച് കുറച്ചുകൂടെ വേകാനുണ്ട്. ഇനി 2 ഐറ്റം കൂടെ ചേർക്കാനുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഏകദേശം ഫുള്ളും വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 2 സാധനം കൂടെ ചേർക്കാനുണ്ട്. 1 സ്പൂണ് മസാലപ്പൊടി, ഇത് വീട്ടിൽ വറുത്ത് പൊടിച്ചതാണ്. 1 സ്പൂണ്, ചെറിയ സ്പൂണിനാണ്, എരിവ് കൂടിപ്പോവും. 1/2 സ്പൂണ് കുരുമുളക് പൊടി, അതും വീട്ടിൽ പൊടിച്ചതാണ്. ഇതും കൂടെ ചേർത്തൊന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇത് ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ഒരു ഡിഷാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് കഴിച്ച് നോക്കണം. അടുത്ത വീഡിയോ വരുന്നത് വരെയും ബൈ.